പിന്നെ ഫയറിൻ്റെ ഇൻവെൻഷനും കൂടെ വന്നതിന് ശേഷം ഇത് ഭയങ്കര ട്രെമൻഡസ് റേറ്റിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിമേറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ചിമ്പാൻസീസോ മങ്കീസോ ഒക്കെ നമ്മുടെ പ്രിമേറ്റ്സ് ആണ്, നമ്മൾ കോമൺ ആൻസർ ഷെയർ ചെയ്യുന്നതാണ്. ഇവർ ഈ മരത്തിൻ്റെ മുകളിലാണ് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നത്. സോ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴെ വീഴുന്ന മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾ ഹ്യൂമൻസ് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഫയർ ഇൻവെൻറ്റ് ചെയ്തു. കേവിൻ്റെ മുന്നിൽ നല്ലപോലെ ഫയർ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ കിടന്നുറങ്ങുമ്പോൾ പ്രിഡേറ്റേഴ്സ് വന്ന് ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മനുഷ്യൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കോളും. ഫയറിന് ശേഷം, ഫയറിൻ്റെ ഇൻവെൻറ്റിന് ശേഷം മനുഷ്യൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി തുടങ്ങി. ഈ ഡീപ്പ് സ്ലീപ്പിലൂടെയാണ് മനുഷ്യൻ്റെ ബ്രെയിന് പെട്ടെന്ന് ഇവോൾവ് ആയത്. ബിക്കോസ് വി ആർ ടേക്കിംഗ് ഡീപ്പ് സ്ലീപ്പ്. നമ്മൾ യാതൊരുവിധ പുറത്തുള്ള പ്രെഡേറ്റേഴ്സിനെ പേടിക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നൊരു ഷെൽട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് നമുക്ക് വീടുകളുണ്ട്, ലോക്ക് ചെയ്ത് നമ്മൾ കിടന്നുമ്പോൾ വി നോ വി ആർ സേഫ്. ലോക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത് കിടന്ന് ഉറങ്ങുന്നത് എന്നുള്ളത് അറിയാം. പണ്ടത് ഫയർ ആയിരുന്നു. തീ കത്തിച്ച് കൂട്ടിയിട്ടിട്ട് കഴിഞ്ഞാൽ പ്രെഡേറ്റേഴ്സ് വരില്ല എന്നുള്ള ഒരു സേഫ്റ്റി ഫാക്ടർ ഉള്ളത് കൊണ്ട് ബ്രെയിൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. ബ്രെയിൻ എത്രത്തോളം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നോ അത്ര തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവും.